വിശ്വപ്രസിദ്ധമായ നിലമ്പൂർ പാട്ടിനെ ആസ്പദമാക്കി ആപ്തഭാരതി ഫൗണ്ടേഷൻ നിർമ്മിച്ച നിലമ്പൂർ പാട്ടടിയന്തരം ചിരന്തന സംസ്കൃതി എന്ന ഡോക്യുമെന്ററിയുടെ പ്രകാശനവും യൂട്യൂബ് റിലീസും കേരള ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കൊച്ചി ചാവറ കൾച്ചറൽ സെന്ററിൽ സെന്റർ ഡയറക്ടർ ഫാദർ അനിൽ ഫിലിപ്പിന്റെയും അഡ്വക്കേറ്റ് സുകന്യ ദേവന്റെയും സാന്നിധ്യത്തിൽ നിർവഹിച്ചു. ശ്രേഷ്ഠമായ ഉത്സവത്തിൻ്റെ ഭാഗമായ പാട്ടുത്സവത്തിൻ്റെ ഡോക്യുമെൻ്ററി വളരെ ഭംഗിയായി പാട്ടടിയന്തരമെന്നാണ് അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സിനിമയുടെ പ്രകാശന കർമ്മം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുവാനായി കേരള ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഞാൻ നിലമ്പൂർ പോകുന്നത് പാട്ടിന് പോകുന്ന 1-2 പ്രാവശ്യം മാത്രമായിരുന്നു. അപ്പോൾ ഉള്ള സമയത്ത് കാണുന്ന ആ പാട്ടുത്സവത്തിൻ്റെ കമ്പോണൻസ് അല്ലാതെ ഞാൻ അധികം മുഴുവനായിട്ട് കണ്ടിട്ടില്ല. സോ അതുകൊണ്ടാണ് സാനു എന്നെ വിളിച്ച സമയത്ത് ഇമ്മീഡിയറ്റ്ലി ഞാൻ യെസ് പറഞ്ഞത്. നമ്മൾ ഈ ഉത്സവങ്ങളെ പറ്റി സംസാരിക്കുന്ന സമയം ഇപ്പോൾ ഒരു ഉത്സവത്തിൻ്റെ സമയമാണ് എല്ലാ അമ്പലങ്ങളിലും. അത് ശരിക്കും ഇറ്റ്സ് എ കോൺഫ്ലുവൻസ് ഓഫ് കൾച്ചർ. നമ്മുടെ ഒരു മനസ്സിന് ഏറ്റവും ആഹ്ലാദം തരുന്ന കുറേ കാര്യങ്ങളാണ് ഈ ഉത്സവം എന്ന് പറയുന്നത്. ഈ സ്പിരിച്വലിസം എന്ന് പറയുന്നത് എനിത്തിങ് ദാറ്റ് ഈസ് ഗുഡ് ഈസ് സ്പിരിച്വൽ. അമ്പലം എന്ന് പറയുന്നത് എല്ലാ നന്മകളും കൂടുന്ന സ്ഥലമാണ് അമ്പലം. അത് പള്ളിയായാലും മോസ്കായാലും എനിത്തിങ്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ ഉത്സവം നടത്തുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദാറ്റ് ഗിവ്സ് യു എൻ എൻഹാൻസ്മെന്റ്. നിലമ്പൂർ പാട്ടുത്സവം ഒട്ടും വ്യത്യാസമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ കണ്ടത് നിലമ്പൂരിൻ്റെ ഒരു ഉത്സവമായി മാറിക്കഴിഞ്ഞു. ഇതൊരു ഹിന്ദു ഉത്സവം എന്നോ അല്ലെങ്കിൽ ഇന്ന കമ്മ്യൂണിറ്റിയുടെ ഉത്സവം എന്നോ അല്ല. ഇപ്പോൾ നമ്മൾ ആ നിലമ്പൂർ കയറുമ്പോൾ തന്നെ യു വിൽ ഫൈൻഡ് ഒരു ഭയങ്കരമായ ആഘോഷം കാണാൻ സാധിക്കും. അത് ഹിന്ദുസ് മാത്രമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരക്കും ആ ഒരു ഫീലും അവിടുത്തെ എന്താ പറയുക അന്നദാനവും എല്ലാം കൂടെ ഒരു വല്ലാത്ത ഫീലാണ്. ഐ എം ഷുവർ യു വിൽ സീ ദാറ്റ് ഇൻ ദ ഡോക്യുമെൻ്ററി. സാനു, യു ഹവ് ഡൺ എ വണ്ടർഫുൾ ജോബ്. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വലുതാണ്. ഒരു ഫുൾ കോർട്ട് ഡേ കഴിഞ്ഞ് 1 മണിക്കൂർ എനിക്കിങ്ങനെ ക്യാപ്റ്റിവേറ്റഡ് ആയിട്ട് ഇരിക്കണമെങ്കിൽ അത് എളുപ്പമല്ല. ബിക്കോസ് ഞാൻ 9-10 മണി തൊട്ട് തുടങ്ങിയതാണ്. സോ ഐ ഹാവ് ഹാഡ് ദ ഹോൾ ഡേ ഫുള്ളി ക്യാപ്റ്റിവേറ്റഡ് ആയിരുന്നു. ഞാൻ അറിയാത്ത കണ്ടമാനം കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പാട്ടുത്സവത്തിനെ പറ്റി വളരെ കുറവേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഐ തിങ്ക് പറഞ്ഞതെല്ലാം ഓർമ്മയൊന്നുമില്ല. ബട്ട് ഐ ഹോപ്പ് കുറേയൊക്കെ റിക്ലക്ട് ചെയ്യാൻ പറ്റും. ഇറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ വിഷ്വൽ ട്രീറ്റ്. മ്യൂസിക് വളരെ ക്യാപ്റ്റിവേറ്റിംഗ് ആയിരുന്നു. ആ പീസസിനെ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സിമെന്റ് എന്ന് പറയുന്ന ആ മ്യൂസിക് തന്നെയാണ് ബ്യൂട്ടിഫുള്ളി ഡൺ. സനു സത്യൻ രചനയും സംവിധാനവും നിർവഹിച്ച ഈ ഡോക്യുമെന്ററിയുടെ നിർമ്മാണ നിർവഹണം TP വിവേകും രമേശ് കൃഷ്ണനുമാണ്. ചിത്രസംയോജനം അനീഷ് സ്വാതിയും ഛായാഗ്രഹണം സാജൻ ചന്ദ്രബാലൻ, ജിതേഷ് ദാമോദർ എന്നിവരുമാണ് നിർവഹിച്ചത്. സനു സുരലയ പശ്ചാത്തല സംഗീതം നൽകി. ഏകദേശം 1 വർഷമെടുത്ത് പൂർത്തീകരിച്ച ഈ ഡോക്യുമെന്ററി നിലമ്പൂർ പാട്ടടിയന്തരത്തെക്കുറിച്ചുള്ള ഒരു സമഗ്ര ചിത്രമാണ് കാഴ്ചവെക്കുന്നത്. നിലമ്പൂർ കോവിലകത്തെ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തി, പാട്ടടിയന്തരത്തിൻ്റെ സവിശേഷതകൾ, ആചാര അനുഷ്ഠാനങ്ങളായ 12,000 നാളികേരമേറ്, സർവാണി സദ്യ, പാലും വെള്ളരി, മലബാറിൻ്റെ മഹോത്സവമായി മാറിയ പാട്ടുത്സവം തുടങ്ങിയവ 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഡോക്യു ചിത്രത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നു. നിലമ്പൂർ കോവിലകം അംഗങ്ങളായ ഉമാദേവി തമ്പാട്ടി, ഗായകനും ചലച്ചിത്ര താരവുമായ കൃഷ്ണചന്ദ്രൻ, രാജേന്ദ്ര വർമ്മ, CKR വർമ്മ, പ്രേംകുമാർ ചന്ദ്രരാജ, ചലച്ചിത്രകാരനും നിലമ്പൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ചെയർമാനുമായ ആര്യാടൻ ഷൗക്കത്ത്, നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മട്ടുമൽ സലിം, പ്രശസ്ത മാന്ത്രികനും തിരുവനന്തപുരം ഡിഫറൻറ്റ് ആർട്ട് സെൻറ്റർ സ്ഥാപകനുമായ ഗോപിനാഥ് മുതുകാട്, പ്രമുഖ വ്യവസായി ഷൈജു ഡേവിഡ്, KVVS നിലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് P മേനോൻ, പ്രശസ്ത മാന്ത്രികൻ RK മലയത്ത്, നിലമ്പൂർ SHO സുനിൽ പുളിക്കൽ, ആദിവാസി ഗോത്രത്തലവനായ പീതാംബരൻ, സംഗീതജ്ഞരും നിലമ്പൂർ സ്വദേശികളുമായ TP വിവേക്, ശങ്കർ ഡൂൺ, വിനീത രാധാകൃഷ്ണൻ തുടങ്ങിയവരും ഡോക്യുമെന്ററിയിൽ തങ്ങളുടെ നിലമ്പൂർ പാട്ടോർമ്മകൾ പങ്കുവയ്ക്കുന്നു. നിലമ്പൂർ പാട്ടടിയന്തരം ചിരന്തന സ്മൃതി ഡോക്യുമെന്ററിയുടെ പ്രകാശനത്തോടനുബന്ധിച്ച് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പിന്നണി പ്രവർത്തകർക്കുള്ള ഉപഹാരങ്ങളും സമ്മാനിച്ചു. ഡോക്യുമെന്ററിയുടെ സമർപ്പണം നിലമ്പൂർ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രസന്നിധിയിൽ നിലമ്പൂർ കോവിലകത്തെ 2ാം സ്ഥാനിയായ ഉമാദേവി തമ്പാട്ടിയും ക്ഷേത്ര തന്ത്രി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും മേൽശാന്തി സുബ്രഹ്മണ്യൻ നമ്പൂതിരിയും നിർവഹിച്ചു. എറണാകുളത്ത് ചാവറ കൾച്ചറൽ സെന്ററിലും നിലമ്പൂർ യുണൈറ്റഡ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിലുമായി വിപുലമായ സദസ്സിന് മുന്നിൽ ഡോക്യുമെന്ററിയുടെ പ്രദർശനവും നടന്നു. മികച്ച അഭിപ്രായവും ജനപ്രീതിയും നേടിയ ഈ ഡോക്യുമെന്ററി ആപ്തഭാരതിയുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു.